നമസ്കാരം. എല്ലാവർക്കും UK കിച്ചണിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഓട്സ് ചെറുപയറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കഞ്ഞിയാണ്. ഇത് സാധാരണ ഓട്സ് അല്ല, ഇത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. ഇത് കണ്ടാൽ നമ്മുടെ ഗോതമ്പ് നുറുക്ക് പോലെ ഇരിക്കും. കുറച്ച് ഹാർഡാണ്, കുറച്ച് വേവാനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പാണ് ഓട്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 1/4 കപ്പില്ല, അതിൻ്റെ അത്രയും വരുന്ന ലെവലിൽ ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ വാഷ് ചെയ്യാൻ പോകാം. വാഷ് ചെയ്ത് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് വെള്ളം ആവശ്യത്തിനുള്ള, ഇത് വേവാൻ, ഇത് കഞ്ഞിയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആവശ്യത്തിനുള്ള വേവം. കാരണം ഇതിപ്പോൾ ഞാൻ കഞ്ഞിയാണെങ്കിൽ പോലും ഒരുപാട് ലൂസായിട്ടുള്ള കഞ്ഞിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇച്ചിരി തിക്കായിട്ട് കഴിക്കാനാണ്. സ്പൂണിട്ട് കോരി കഴിക്കാൻ ഒരു സുഖത്തിനുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, പിന്നെ ഞാനിതിൽ ഉപ്പ് ഇടുന്നില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി. എനിക്ക് പൊതുവെ കഞ്ഞിയിൽ ഉപ്പ്, കാരണം നമുക്ക് എന്തായാലും കറിയിൽ ഇതിലൊക്കെ ഉപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കഞ്ഞിയിൽ കുറച്ച് ഉപ്പ് കുറയ്ക്കുകയാണ് ചെയ്യാറുള്ളത്, ചിലപ്പോൾ ഇടാറുമില്ല. അപ്പോൾ സ്റ്റൗ കത്തിച്ചു ഞാൻ. ഇനി അതിലോട്ട് നമ്മുടെ കുക്കർ വെച്ചു. ഇനി കുക്കർ അടക്കി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം, എന്നിട്ട് കുക്കർ അടയ്ക്കാം. ഇനി കുറച്ച് സമയം നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 3 വിസിൽ വേണം. 3 വിസിൽ കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം കഞ്ഞി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ഈ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ കൂടെ കറിയായിട്ട് എടുക്കുന്ന, ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വാഴപ്പിണ്ടി അവിയലാണ്. അപ്പോൾ ആ വാഴപ്പിണ്ടി അവിയൽ എല്ലാവരും ആ വീഡിയോ ഒന്ന് നോക്കണം, ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഓട്സ് കഞ്ഞി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ശരീരത്തിന് എപ്പോഴും നല്ലതാണ്. ഷുഗർ ഉള്ളവർക്ക്, പ്രഷർ ഉള്ളവർക്ക്, അല്ലെ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഓട്സ് കഞ്ഞി എന്ന് പറയുന്നത്. കാരണം പ്രോട്ടീനുണ്ട്, ഫൈബറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള, പ്രത്യേകിച്ച് പയറിലൊക്കെ നല്ല പ്രോട്ടീനാണ്, നമുക്ക് വേണ്ട പ്രോട്ടീനാണ്. പിന്നെ വയറും നിറഞ്ഞിരിക്കും, പെട്ടെന്നൊന്നും വിശപ്പൊന്നും അങ്ങനെ ഉണ്ടാവില്ല, ഡൈജഷനും വലിയ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. ഞാൻ പൊതുവേ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഫുഡാണ് ഇത്. അപ്പം വെജിറ്റബിളും കിട്ടും നമുക്ക്, അതുപോലെ തന്നെ പയറിൽ നിന്ന് നമുക്ക് പ്രോട്ടീനും കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അതൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. മൂന്ന് വിസിലാണ് ഞാനിതിന്, ഞാൻ പറഞ്ഞല്ലോ 3 വിസിൽ മതി, അത് കൂടുതൽ വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി, ഞാനിത് തുടക്കക്കാരനാണ്. അപ്പോൾ വോയിസ് ഓവറൊക്കെ ചെയ്യുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും പോരായ്മകളും ഉണ്ടായിരിക്കും. അതെല്ലാവരും ക്ഷമിക്കുക. എന്നിട്ട് എല്ലാവരും ഫുഡ് എൻജോയ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഞാൻ പുതിയതായിട്ടുള്ള ഓരോരോ ഡിഷസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.